السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ما كان لنبي أن يكون له أسرى حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم. لولا كتاب من الله سبق لمسكم فيما أخذتم عذاب عظيم. فكلوا مما غنمتم حلالا طيبا واتقوا الله إن الله غفور رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഹിജറ 2ാമത്തെ വർഷം നടന്ന പ്രസിദ്ധമായ ബദർ യുദ്ധത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. അന്ന് നിങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ 70ഓളം മുശ്രിക്കുകൾ വധിക്കപ്പെടുകയും അത്ര തന്നെ എണ്ണം ആളുകൾ, കാഫിറുകൾ ബന്ധികളായി, ബന്ധനസ്ഥരായി പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഈ ബന്ധനസ്ഥരായ പിടിക്കപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായി കൂടിയാലോചിക്കുകയുണ്ടായി. അവിടുന്ന് ഏതൊരു കാര്യവും സഹാബത്തിനോട് മുശാവറ നടത്തുകയാണ്. ഈ 70 ആളുകളെ എന്ത് ചെയ്യണം, എന്താണ് അവരോട് സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്ന കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുമായി കൂടിയാലോചിക്കുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ അലി റളിയല്ലാഹു അൻഹു പോലെയുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹൗലായി ബനുൽ അമ്മി വൽ അശീറ വൽ ഇഖ്വാൻ വഇന്നി അറാ അൻ തഅഖുദ മിൻഹുൽ ഫിദിയ. നബിയെ, പ്രവാചകരെ, ഇവരൊക്കെ കുടുംബങ്ങളും ബന്ധുമിത്രാദികളും സഹോദരങ്ങളുമൊക്കെയാണല്ലോ ഈ പിടിക്കപ്പെട്ട ആളുകൾ. അതുകൊണ്ട് വഇന്നി അറാ, ഞാൻ അഭിപ്രായപ്പെടുന്നത്, അൻ തഅഖുദ മിൻഹുൽ ഫിദിയ, അവരിൽ നിന്ന് മോചനമൂല്യം വാങ്ങണം എന്നതാണ്. അവരെ കൊല്ലണ്ട, അവരിൽ നിന്ന് ഫിദിയ അഥവാ മോചനമൂല്യം, അവരെ മോചിപ്പിക്കുന്നതിനുള്ള മൂല്യം, അവരിൽ നിന്ന് സംഖ്യ
അവരിൽ നിന്ന് വാങ്ങണം. അങ്ങനെ ഫിദിയ വാങ്ങിക്കൊണ്ട് അവരെ മോചിപ്പിക്കാം എന്നതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടത്. എന്നിട്ട് അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞത് ഫതകൂനു ലനാ ഖുവ്വത്തൻ അലൽ കുഫാർ, അങ്ങനെ അവരിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് അവിശ്വാസികൾക്കെതിരിൽ നമുക്ക് കരുത്തു പകരും. ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ നമുക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താം. മാത്രമല്ല ഫഅസല്ലാഹ് അൻ യഹ്ദിയഹും ലിൽ ഇസ്ലാം, ഈ ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് ഹിദായത്തും കിട്ടിയാലോ, ഫയകൂനു ലനാ അദ്ദാ, അവര് നമുക്കൊരു ശക്തിയായി മാറില്ലേ. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഊഴം വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞത് നേരെ മറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായവുമായി എനിക്ക് വിയോജിപ്പാണുള്ളത്. ഇവരെ ഓരോരുത്തരെയായി അവരവരുമായി ബന്ധപ്പെട്ട ആളുകൾ കൊല്ലട്ടെ. ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അവരുടെ കുടുംബവുമായി ഏറെ ബന്ധപ്പെട്ടവരെ കൊല്ലണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇവർ ചില്ലറക്കാരല്ല. ഫഇന്ന ഹൗലായ ഇമ്മത്തുൽ കുഫർ, ഇവർ കുഫറിന്റെ നേതാക്കളാണ്. വസനാദീദുഹാ, അതിന്റെ മല്ലന്മാരും ശക്തന്മാരും ഏറ്റവും അധികം നമ്മോട് ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളുമാണ്. ഇവരെ വിട്ടാൽ ഇവരിനിയും തിരിയും, ഇവർ ശക്തമായി തിരിച്ചുവരവ് നടത്തും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവരെ മോചനമൂല്യം നൽകേണ്ടുന്ന, നഗി പറഞ്ഞേക്കേണ്ടുന്ന കാലമല്ല എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെട്ടു. എന്നാൽ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? ഫഹവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വലം യഹു മാ ഖുൽതു, ഞാൻ പറഞ്ഞതിനോട് അല്ലാഹുവിന്റെ റസൂൽ യോജിച്ചില്ല. ശരി, അങ്ങനെ ഈ ആളുകളിൽ നിന്ന് മോചനമൂല്യം വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ നിശ്ചയിച്ച് മോചനമൂല്യം വാങ്ങി. എങ്ങനെയാണ് മോചനമൂല്യം, എത്രയായിരുന്നു എന്നൊക്കെ ശേഷം നമുക്ക് വിശദീകരിക്കാം. ചുരുക്കി പറയട്ടെ, ഫലമ്മാ കാന മിനൽ ഗദി, ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പിറ്റേന്നായപ്പോൾ ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് റസൂലുള്ളാഹി യോജിച്ചു, എന്റെ അഭിപ്രായം അവിടുന്ന് സ്വീകരിച്ചില്ല. ശരി, അങ്ങനെ നടന്നു കാര്യം. ഫലമ്മാ കാന മിനൽ ഗദി, പിറ്റേ ദിവസമായപ്പോൾ ജിഅ്തു, ഞാൻ ചെന്നു. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബൂബക്കറിൻ ഖായിദൈൻ യബ്കിയാൻ, ആ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് കരയാണ് രണ്ടാളും. ഞാൻ പിറ്റേന്ന് ചെന്ന് നോക്കുമ്പോ രണ്ടാളും ഇരുന്ന് കരയുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി മിൻ അയ്യി ശൈഇൻ തബ്കി അൻത വസാഹിബുക, എന്തിനാണ് അങ്ങും അങ്ങയുടെ ശിഷ്യനും അഥവാ അങ്ങയുടെ കൂട്ടുകാരനായ അബൂബക്കറും എന്തിനാണ് കരയുന്നത്? ഫഇൻ വജദ്തു ബുകാഅൻ ബകൈതു, കരയേണ്ടുന്ന കാര്യമാണെങ്കിൽ എനിക്കും കരയാവുന്നതാണല്ലോ. അതേ, ആ നിലക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നു. എന്താ അവിടുന്ന് മറുപടി പറഞ്ഞത്? ഉമറേ, അബ്കി ലില്ലദീ അറദ അലയ്യ അസ്ഹാബുക മിൻ അഖ്ദിഹിമുൽ ഫിദാ, മോചനമൂല്യം നൽകി വിട്ടേച്ചാൽ മതി നബിയെ, അവരെ കൊല്ലണ്ട എന്ന അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ സ്വീകരിച്ചതാണ്. ഇപ്പോൾ എന്റെ പ്രശ്നം നീ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കാത്തതാണ് എന്റെ പ്രശ്നം. അതാണ് ഞാൻ ഇപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ഞാനും അബൂബക്കറും ഒക്കെ കരയുന്നത്. മോചനമൂല്യം സ്വീകരിച്ചതിന്റെ കാര്യത്തിൽ അല്ലാഹുവിനത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലാഹു തൃപ്തിപ്പെട്ടിട്ടില്ല. ലഖദ് ഉരിദ അലയ്യ അദാബുഹും അദ്നാ മിൻ ഹാദിഹി ശജറത്തി ശജറത്തിൻ ഖരീബത്തിൻ മിൻ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സങ്കടത്തോടെ പറയുന്നു, അതെ, ആ വിഷയത്തിൽ ആ തീരുമാനം എടുത്തതിന്റെ പേരിൽ
ഇക്കാണുന്ന തൊട്ടടുത്ത് എന്റെ മുമ്പിൽ കാണുന്ന ഈ മരത്തേക്കാൾ അടുത്തായി അതിന്റെ പേരിൽ ശിക്ഷ ഞാൻ കാണുന്നു. അത് ഒരു ശിക്ഷാർഹമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അരുതാത്ത കാര്യമാണ് സംഭവിച്ചു പോയത്. അതിലുള്ള ഖേദമാണ് ഞങ്ങൾ കരയുന്നത്. വഅൻസലല്ലാഹു അസ്സ വജല്ല, ആ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നു. മകാന ലിനബിയിൻ അൻ യകൂന ലഹു അസ്റാ ഹത്താ യുസ്ഖിന ഫിൽ അർളി തുരീദൂന അർദദ് ദുനിയാ വല്ലാഹു യുരീദുൽ ആഖിറ വല്ലാഹു അസീസുൻ ഹകീം. ഒരു നബിക്കും പാടില്ല തന്നെ അൻ യകൂന ലഹു, ആ നബിക്കുണ്ടായിരിക്കാവതല്ല, അസ്റാ, ബന്ധികൾ ഉണ്ടായിരിക്കാവതല്ല, ബന്ധനസ്ഥന്മാരുണ്ടായിക്കൂടാ. ഹത്താ യുസ്ഖിന ഫിൽ അർളി, ഭൂമിയിൽ അദ്ദേഹത്തിന് ശക്തമായ നിലക്കുള്ള അധികാരം കൈവരുവോളം, അധികാരമില്ലാത്തൊരു കാലത്തും ദുർബലരായ ഒരു കാലത്തും ഇങ്ങനെ വലിയ വലിയ നേതാക്കളെ വിട്ടയച്ചുകൂടാ. അവരെ പിടിച്ചു വെച്ച് അവരെ നശിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ആ നിലക്കുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് ബന്ധികളാക്കി വെച്ചവരെ ഫിദിയ വാങ്ങിയിട്ടുള്ള സമ്പ്രദായം ശരിയായിട്ടില്ല എന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കെടുത്ത തീരുമാനമല്ലെങ്കിലും സഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തോട് യോജിച്ചതാണെങ്കിലും അതേ അവിടുത്തെ ആ തീരുമാനം പാളിപ്പോയിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിഷയത്തിലുള്ള ഇജ്തിഹാദ്, അള്ളാന്റെ മുൻകൂട്ടിയുള്ള അറിയിപ്പ് കിട്ടിയിട്ട് നബി എതിര് ചെയ്തതല്ല. ആ വിഷയത്തിൽ അവിടുന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലെത്തിയതാണ്. ആ തീരുമാനത്തെ അല്ലാഹു തആല എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടതാ റബ്ബ് പറയുന്നു, ഈ മോചന മൂല്യം വാൽകിയതിനെ സംബന്ധിച്ചു പറയുന്നു, തുരീദൂന അർദദ് ദുനിയാ, നിങ്ങൾ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹു യുരീദുൽ ആഖിറ, അല്ലാഹു ആഖിറമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു വളരെയേറെ അന്തസ്സുള്ളവനും വളരെയേറെ അറിവുള്ളവനുമാകുന്നു. എന്നിട്ട് തുടർന്നുകൊണ്ടല്ല പറയുന്നു, ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ നദീം. ലൗലാ കിതാബും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഒരു തീരുമാനം സബഖ മുമ്പേ കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ലമസ്സകും ഫീമാ അഖദ്തും, നിങ്ങൾ ആ മോചനമൂല്യം സ്വീകരിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് അദാബുൻ നദീം, വമ്പിച്ച ശിക്ഷ തന്നെ ബാധിക്കുമായിരുന്നു. അപ്പൊ എന്താ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാരോടൊക്കെ പറയാണ്, നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല. ഒരു തീരുമാനം മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് അദാബ് ഇറങ്ങുമായിരുന്നു. എന്താ തീരുമാനം? ആ തീരുമാനത്തെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഒരഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തൊന്നും അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞിട്ട് അതിന് എതിര് ചെയ്തവരല്ല. അതുകൊണ്ട് അവർ ശിക്ഷാർഹരല്ല. എന്താ കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടില്ല. മുമ്പേ ഒരു നിയമവും ഇവിടെ ഇല്ല. എന്ത്? ബന്ധികളായി പിടിച്ചവരെ മോചനമൂല്യം വാങ്ങിക്കൂടാ, കൊന്നുകളയണം എന്ന ഒരു വഹ്യ്, എന്ന ഒരു നിയമം, എന്ന ഒരു കൽപ്പന വിധങ്ങൾക്കോ അള്ളാഹുവിന്റെ റസൂല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം മുമ്പ് അറിവില്ലാതെ തെറ്റുകൾ, അബദ്ധങ്ങൾ ആരുടെയും ഗവേഷണത്തിൽ, ചിന്തയിൽ സംഭവിക്കാമല്ലോ. ആ നിലക്ക് ചിന്തിച്ച അള്ളാന്റെ തീരുമാനം വന്നിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു കാര്യം തീരുമാനിച്ച് അബദ്ധം സംഭവിച്ചു പോയെങ്കിൽ അള്ളാഹു അത് മാപ്പാക്കും. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുവിനുണ്ട്. അബദ്ധം സംഭവിച്ചവരെ അള്ളാഹ് ശിക്ഷിക്കൂല എന്നുള്ള പടച്ച റബ്ബിന്റെ മുൻ തീരുമാനമുണ്ട്. അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താകുമായിരുന്നു? ശിക്ഷ ഇറങ്ങുമായിരുന്നു, ശിക്ഷ ബാധിക്കുമായിരുന്നു എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അബദ്ധമല്ല. സഹാബിമാരും അത് ആ നിലക്കുള്ളവർ അബദ്ധമല്ല. കാരണം ഇസ്ലാമിൽ ഉള്ളവര് നിയമത്തെ അവർ ചോദ്യം ചെയ്തതല്ല, പുതിയൊരു കാര്യമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോ ഒരു അഭിപ്രായത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യോജിച്ചു എന്നേയുള്ളൂ. എന്നിട്ടും ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്കത് യോജിച്ചതായില്ല എന്ന് അല്ലാഹു തആല ഉണർത്തി അതിന്റെ ഗൗരവം സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരായത്തിന്റെ ശകലം പോലും അവിടുന്ന് മൂടിവെച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ ഒരു പുതുമയുള്ള കാര്യം കൂടിയാണിത്. അവിടുത്തെ ഒരൽപ്പം വിമർശിച്ചുകൊണ്ടുള്ള ഭാഗമാണല്ലോ ഇത്.
എന്നിട്ട് അള്ളാന്റെ റസൂലിനല്ലേ ഇത് ആദ്യം ആരാ കേട്ടത്? സ്വകാര്യമായിട്ട് വഹിയിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന് വേണമെങ്കിൽ ഇതാണ് മൂടി വെച്ചൂടെ, ഇതങ്ങോട്ട് മൂടി വെച്ചൂടെ? കാരണം മാലോകരോട് ഈ ആയത്ത് ഞാൻ പറയണ്ട. കാരണം എന്റെ തീരുമാനത്തിൽ സംഭവിച്ചവർ അബദ്ധത്തെ തിരുത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു വചനം ഇതിപ്പോ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ എനിക്ക് മാത്രം തന്നതാ. അപ്പൊ ഇനി ഞാനിത് പറയണ്ട, ഇത് പറയാതിരുന്നാൽ ലോകം അറിയൂലല്ലോ, അതുകൊണ്ട് ഇത് മൂടി വെക്കാം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് അമാനത്തുള്ള വിശ്വസ്തനായ മഹാനാണ്, വഞ്ചന നടത്താത്ത മഹാനാണ്. റിസാലത്തിലോ നബുവത്തിന്റെ കാര്യങ്ങളിലോ വീഴ്ച വരുത്തുകയോ പൂഴ്ത്തിവെക്കുകയോ മറച്ചു വെക്കുകയോ ചെയ്യുന്ന പ്രകൃതക്കാരനല്ല. അവിടുത്തോട് ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, ഓ നബിയേ, അങ്ങയുടെ രക്ഷിതാവിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ നബിയേ. ആ ഉത്തരവാദിത്വം നബി തങ്ങളോട് അല്ലാഹ് പറഞ്ഞതാണ്. അതിൽ അവിടുത്തെ വിമർശിക്കുന്ന ആയത്തുകൾ പോലും പൂഴ്ത്തിവെച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? ആന്ധനായ സഹാബി വന്നപ്പോഴുണ്ടായ സംഭവത്തിലും വിധങ്ങളുടെ ആ വീക്ഷണത്തെ ഒരപാകതയായിക്കൊണ്ട് വലിയ നേതൃത്വത്തിന്റെ വലിയ നേതാവായ ആ നബി തങ്ങളുടെ മഹത്വത്തിന് യോജിച്ചതായില്ല നിലക്ക് അല്ലാഹു അത് ഗൗരവത്തോടെ അബസവത്തവല്ല എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അതിനെ സംബന്ധിച്ച് ഉണർത്തിയതും അല്ലാഹുവിന്റെ റസൂൽ പൂഴ്ത്തിവെച്ചിട്ടില്ല. അപ്പൊ അവിടുത്തോട് കൽപ്പിച്ചതെന്തും ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒന്നും പൂഴ്ത്തിവെച്ചിട്ടില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. തന്നെ വിമർശിക്കുന്ന ആയത്തുകളായിട്ട് പോലും അത് അവിടുന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂടി വെച്ചിട്ടില്ല. അതാണ് അത്രയും അല്ലമീൻ, അമാനത്തുള്ള നബിയാണ്, വിശ്വസ്തനായ നബിയാണ്. അതുകൊണ്ടല്ലേ സഹാബിമാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ നബി തങ്ങൾ ചോദിച്ചില്ലേ, അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞില്ലേ, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് മുഴുവനും എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴല്ലേ അവിടുന്ന് ചൂണ്ടാണി വിരൽ മുകളിലേട്ട് ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കൂ, നീ സാക്ഷിയാകണേ, നീ സാക്ഷിയാകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, ആ ഒരു പാഠം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും അവനവനെ കുറിച്ച് തെറ്റു വന്നൊരു കാര്യം സമൂഹത്തോട് പറയോ? പലപ്പോഴും മൂടി വെക്കാനല്ലേ ശ്രമിക്കുക, മാലോകരെ അറിയാതിരിക്കാനല്ലേ ശ്രമിക്കുക. പക്ഷേ നബി തങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത, അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ വിശ്വസ്തത, അല്ലാഹു അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബ്ബത്തോടുകൂടെ ജീവിക്കുന്ന, ആ രൂപത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു ഇങ്ങനെ ഉണർത്തി തുടർന്നുകൊണ്ട് പറഞ്ഞു, ഇനിയിപ്പോ ഇത് വാങ്ങിപ്പോയില്ലേ, വാങ്ങിപ്പോയതിന് എന്തു ചെയ്യും? അതിലൊരു തീരുമാനം പറയാൻ ഞാൻ പറ്റില്ലല്ലോ. തൊട്ട വചനം അല്ലാഹു തആല പറയുന്നു, ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഫകുലൂ, ആകയാൽ തിന്നോളൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ, മിമ്മാ ഗനിംതും, നിങ്ങൾക്ക് ഗനീമത്തായി കിട്ടിയത്. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ സമരാർജിത സമ്പത്ത് എന്നാണ് അർത്ഥം. ശത്രു വിട്ടേച്ച്, ഇസ്ലാമും കുഫറും തമ്മിലുള്ള യുദ്ധക്കളത്തിൽ വെച്ച് ശത്രു വിട്ടേച്ച് പോകുന്ന സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് കിട്ടുമ്പോൾ അതിനാണ് ഗനീമത്ത്, യുദ്ധമുതൽ എന്ന് പറയുന്നത്. ആ യുദ്ധമുതലിൽ തന്നെ പെട്ടതാണ് ഈ നിലക്കുള്ള ബന്ദികളിൽ നിന്ന് കിട്ടുന്ന മോചന മൂല്യവും എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ആ സ്വത്തും നിങ്ങൾ ഫിദിയയായി സ്വീകരിച്ചതും ഗനീമത്താണ്. അതുകൊണ്ടത് നിങ്ങൾ തിന്നോളൂ, ഹലാലൻ തയ്യിബാ, അത് അനുവദിക്കപ്പെട്ടതാണ്, അത് നല്ലതാണ്. കാരണം നിങ്ങൾ അറിയാതെ സംഭവിച്ചു പോയൊരു കാര്യല്ലേ, അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യല്ലേ, പക്ഷെ അരുതായിരുന്നു, പക്ഷെ നിങ്ങളെ പറയാൻ പാടില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. ഇങ്ങനെ
ഈ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര രൂപത്തിലൊക്കെയുള്ള ഫിദിയകളാണ് വാങ്ങിയത് നമ്മൾ മനസ്സിലാക്കണം. 70ഓളം ആളുകളാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആളുകൾക്കൊക്കെ സ്വത്തുണ്ട്. പല രൂപത്തിലുള്ള ആളുകളുണ്ട് ഈ ബന്ദികളിൽ. നല്ല സമ്പന്നന്മാരുണ്ട്, എന്നാൽ അത്ര തന്നെ സമ്പന്നരല്ലാത്ത ഇടത്തരക്കാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, പരമദരിദ്രന്മാരുണ്ട്, ഒന്നിനും വകയില്ലാത്തവരുണ്ട്. മക്കയിൽ നിന്ന് ഇങ്ങനെ യുദ്ധത്തിന് വന്നവരിൽ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ആരുടെയൊക്കെ നിർബന്ധത്തിന് വന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് ഫിദിയ സ്വീകരിച്ചപ്പോൾ ഏറ്റവും ടോപ്പ് ഫിദിയായി സ്വീകരിച്ചത് 4000 വെള്ളി നാണയങ്ങളാണ്. 4000 വെള്ളി നാണയങ്ങളാണ് അവരിൽ ഏറ്റവും കഴിവുള്ളയാളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ 3000, അതുപോലെ തന്നെ 1000 ഒക്കെ വാങ്ങിയിട്ടുണ്ട്. തീരെ കഴിവില്ലാത്ത ആളുകൾ, തീരെ സാമ്പത്തിക ശേഷിയില്ലാത്തവരെ എന്തു ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ പിന്നെ അവരെവിടുന്ന മുതൽ കൊണ്ടുവരാ? അവർക്ക് വേണ്ടി മുതൽ കൊടുക്കാനും ആരുമില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അവരിൽ നിന്ന് സ്വീകരിച്ച ഫിദിയ എന്താ നമ്മൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? മക്കയിൽ നിന്ന് ഇങ്ങോട്ട് മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ ആളുകൾ, ആ മുഹാജിറുകളായ ആളുകൾ, അതുപോലെ തന്നെ മദീനയിലുള്ള ആളുകൾ, ഈ മദീനയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുത്തും വായനയൊന്നും കാര്യമായിട്ട് അറിയാത്ത ആളുകളാണ്. അത്ര എഴുത്തൊന്നും വശമില്ലാത്ത ആളുകളായിരുന്നു മദീനയിലുണ്ടായിരുന്ന അൻസാറുകളായ ആളുകൾ. എന്നാൽ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ, കുറെ ആളുകൾക്കൊക്കെ എഴുത്ത് വശമുള്ളവരാ മക്കാര്, കുറെ ആളുകളൊക്കെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? സമ്പത്തുള്ളവരിൽ നിന്ന് ആവുന്നിടത്തോളം സമ്പത്തൊക്കെ ഓരോരുത്തരുടെയും നിജസ്ഥിതി, അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരിൽ നിന്ന് അതിന്റെ തോതനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസൂലാക്കി. എന്നാൽ ഒന്നിനും കഴിവില്ലാത്ത ആളുകളോട് എന്തു പറഞ്ഞു? നിങ്ങളിലെ ഒരാൾ എന്തു ചെയ്യണം? അൻസാരികളായ സഹാബിമാരുടെ 10 കുട്ടികൾക്ക് എഴുത്തു പഠിപ്പിക്കണം. അതാ മോചനമൂല്യം. ആ 10 കുട്ടികളെ എഴുത്ത് പഠിപ്പിച്ച് എഴുത്തിൽ നല്ല നിപുണന്മാരായാൽ നിങ്ങളുടെ ഫിദിയ പൂർണ്ണമായി. അപ്പൊ നിങ്ങൾ മോചിപ്പിക്കപ്പെടും. അതാ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? സാമ്പത്തിക ശേഷിയില്ലാത്ത ഈ ബന്ധികളിൽ നിന്ന് അൻസാരി മക്കളെ എഴുത്തു പഠിപ്പിച്ചു കൊടുക്കലാണ് പകരമായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ 10 കുട്ടികളെ പഠിപ്പിക്കണം ഒരാൾ. അങ്ങനെ എഴുത്തൊക്കെ പൂർത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഫിദിയ പൂർണ്ണമായി. നോക്കണം, ഇസ്ലാമിലെ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കിക്കോളി. എഴുത്തും വായനയൊക്കെ പഠിക്കണം, അതൊക്കെ പഠിക്കണം, അത് പഠിപ്പിക്കണം. എന്തിന്? അരുതാത്തത് വായിച്ച് രസിക്കാനോ അരുതാത്തത് എഴുതി ശീലിക്കാനോ അല്ല, മറിച്ച് അള്ളാഹുവിനെ അറിയാൻ, പടച്ചറബിന്റെ ഖുദറത്തറിയാൻ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കഴിവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വായിച്ചു പഠിക്കണം. വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ഗ്രന്ഥത്തിന്റെ പ്രോദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അപ്പൊ എഴുത്തും വായനക്കുള്ള ഒരു പ്രാധാന്യം, വിദ്യാഭ്യാസത്തിന് ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതില്ലെന്ന് എന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്. ആ വിദ്യാഭ്യാസം എന്താവണം? അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാഭ്യാസമാകരുത്. വിദ്യ നേടിയവർ റബ്ബിനെ ധിക്കരിക്കുന്നവരുമാകരുത്. വിദ്യ നേടുന്നിടത്തോളം ഏത് രംഗത്തുയർന്നാലും കൂടുതൽ വിനീതരായി മാറണം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഈ ഫിദിയയുടെ രൂപം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ബദറിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരിൽ നിന്ന് മോചനം മൂല്യം വാങ്ങിയത് ചിലർക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. ആർക്ക്? ഈ ബന്ദികളിൽ തന്നെ ചിലർക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. എന്താ കാരണം? അവരിൽ പലരും തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ബദർ യുദ്ധത്തിന് പോന്നവരുണ്ട്. മുശ്രിക്കുകളുടെ കൂടെ, അവരുടെ കൂടെ പോരാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പിന്നെ ചില പ്രത്യേകമായ താല്പര്യങ്ങൾ കാരണം അവര് നിർബന്ധിക്കപ്പെട്ട് അവരതാ ഇവരുടെ കൂടെ വരേണ്ടി വന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ ആ ആളുകൾ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, നബിയെ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്നതല്ല, അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് മോചനമൂല്യം വാങ്ങിയത് ശരിയായില്ല, ഞങ്ങൾ ആ നിലക്കുള്ള ആളുകളല്ല. മാത്രല്ല അവരിൽ പലരും അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യൻ, ആ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അദ്ദേഹത്തെ പറ്റി ചരിത്രം പറയുന്ന, അദ്ദേഹം നേരത്തെ ഇസ്ലാം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വ്യക്തിയായിരുന്നു, പുറമേക്ക് അങ്ങനെ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാണ്. അദ്ദേഹമുണ്ട് കൂട്ടത്തിൽ മറുചേരിയിൽ.
അദ്ദേഹമുണ്ട് കൂട്ടത്തിൽ. മറുചേരിയിൽ ബന്ദിയായി പിടിക്കപ്പെട്ടവരിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉണ്ട്. അപ്പൊ അദ്ദേഹം വന്നിട്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ ഈ കാര്യത്തിൽ സഹാബിമാർക്കൊരു വല്ലാത്ത പ്രയാസായി. അബ്ബാസ് ഉണ്ടല്ലോ കൂട്ടത്തിൽ, നബിന്റെ കുടുംബല്ലേ, എങ്ങനെയാഞ്ഞിപ്പോ അദ്ദേഹത്തിൽ നിന്ന് മോചനമൂല്യൊക്കെ വാങ്ങാ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു അൻസാരി സഹാബി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇതല്ലന, ഞങ്ങൾക്കൊന്ന് അനുവാദം തരണം, ഞങ്ങളുടെ സഹോദര പുത്രനെ ഒന്ന് ഒഴിവാക്കാൻ. നിങ്ങളുടെ പിതൃവിനെന്ന് പറഞ്ഞില്ല, അവർ വളരെ തന്ത്രത്തോടെ പറഞ്ഞു, ഞങ്ങളുടെ സഹോദര പുത്രൻ അബ്ബാസ് കൂട്ടത്തിലുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് ഫിദിയ വാങ്ങാതെ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സമ്മതം തരണം. അപ്പൊ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ? നബി തങ്ങൾ എന്താ പറഞ്ഞത്? വല്ലാഹി ലാ തദറൂന മിന്നു ദിർഹമൻ, ഒരു ദിർഹം വിട്ടുകൊടുക്കാൻ പറ്റൂല, ഒരു ദിർഹം വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ളത്, ഒരു നാണയം പോലും വിട്ടുകൊടുക്കാൻ പാടില്ല, വസൂലാക്കണം, മുഴുവൻ വാങ്ങണം, മുഴുവൻ വാങ്ങണം. അവസരത്തിൽ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു നോക്കി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് കുന്തു മുസ്ലിമാ, മുസ്ലിമായിരുന്നു നബി, ഇവിടെ വരണമെന്ന് വിചാരിച്ചതല്ല, ഞാൻ അങ്ങനെ പെട്ടുപോയതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു അഅലമു ബി ഇസ്ലാമിക്, എന്റെ ഇസ്ലാമിനെ പറ്റി അല്ലാഹു അറിയാം, അല്ലാഹു അറിയുന്നവനല്ലേ. ഫയകുൻ കമാ തഖൂൽ, നീ പറയുന്നത് പോലെ തന്നെയാണ് കാര്യമെങ്കിൽ, ഫഇന്നല്ലാഹ യജ്സീക്, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും. എന്നാൽ വഅമ്മാ ളാഹിറുക ഫഖദ് കാന അലൈനാ, നിന്റെ ബാഹ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കെതിരായിരുന്നു, അതുകൊണ്ട് ഫഫ്തദി നഫ്സക, നിനക്ക് നീ ഫിദിയ കൊടുത്തോളണം. നിന്റെ മാത്രമല്ല, നിന്റെ ചെലവിൽ ഇവിടെ വന്നിട്ടുള്ള വബിനയ്യ ഖവൈക, നിന്റെ സഹോദരന്റെ 2 മക്കൾ നൗഫലിന്റെതും കൊടുക്കണം, അഖീലിന്റെതും കൊടുക്കണം, നിന്റെ സഖ്യകക്ഷിയുടെ കൂട്ടത്തിൽപ്പെട്ട ഉത്ബത്തിന്റെതും നീ കൊടുക്കണം. എല്ലാവരും കൊടുത്തോളണം, എല്ലാവരും കൊടുത്തോളണം എന്ന് ആരോട് പറയാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഫഖാലൽ അബ്ബാസ്, അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ ദാക ഇൻദി യാ റസൂലല്ലാഹ്, എന്റെ അടുക്കൽ അതിന് മുതലില്ലല്ലോ നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൈനൽ മാലുല്ലദീ ദഫൻതഹു അൻത വ ഉമ്മുൽ ഫദ്ൽ, നീയും ഉമ്മുൽ ഫദ്ലും കൂടി കുഴിച്ചിട്ട ആ പണല്ലേ, നീയും ഭാര്യയായ ഉമ്മുൽ ഫദ്ലും കൂടി കുഴിച്ചിട്ട സ്വത്തില്ലേ, എന്നിട്ടത് കുഴിച്ചിടുമ്പോ ഫഖുൽത ലഹാ, നീ ഉമ്മുൽ ഫദ്ലിനോട് ഇങ്ങനെ പറയുകയും ചെയ്തില്ലേ, ഇന്നുസിബ്തു ഫീ സഫരി, ഹാദാ, ഈ യാത്രയിൽ എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ, ഫഹാദൽ മാലുല്ലദീ ദഫൻതഹു ലിബനി ലഫൻതുഹു ലിബനിയ, ഞാൻ കുഴിച്ചിട്ടുള്ള ഈ മുതല് എന്റെ 2 മക്കളായ ഫദ്ലിനും അബ്ദുള്ളക്കും ഖുസമിനും കൊടുക്കണം എന്ന് പറയുക പോലും ചെയ്തിട്ടില്ലേ. ആരാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. ഫഖാലൽ അബ്ബാസ്, അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി ലഅലമു അന്നക റസൂലുള്ളാഹ്, നിശ്ചയം അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണെന്ന് എനിക്കിപ്പോൾ നന്നായി ബോധ്യപ്പെടുന്നു. കാരണം എന്താ? ഇന്ന ഹാദാ ലശൈഉൻ മാലിമഹു അഹദുൻ ഗൈരി വഗൈറ ഉമ്മുൽ ഫദ്ൽ, ഞാനും ഉമ്മുൽ ഫദ്ലും അല്ലാതെ ഈ കാര്യം നടന്നത് അറിഞ്ഞുകൂടാ, അതുകൊണ്ടത് നിങ്ങൾക്ക് വിവരം കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുന്നു. അതേ മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കുന്നു. കേട്ടോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാക്കി. മറഞ്ഞ കാര്യം അല്ലാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. അറിയിച്ചു കൊടുത്തില്ലെങ്കിലോ അറിയൂല. അറിയിച്ചു കൊടുത്തില്ലെങ്കിൽ നബിയായാലും അറിയില്ല. അതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടല്ലേ നബിയും സഹാബത്തും പുറപ്പെട്ടത്. പുറപ്പെടുമ്പോ അവർക്കറിയൂല മക്കയിൽ നിന്ന് വമ്പിച്ചവര് സൈന്യം വരുന്നുണ്ട്, അവരുമായിട്ടാണ് ബദറിൽ ഏറ്റുമുട്ടേണ്ടി വരിക എന്ന് നബി തങ്ങൾക്കറിയില്ലായിരുന്നു. അതറിയോ? അതറിയില്ലായിരുന്നു. സഹാബത്തിനും അറിയില്ലായിരുന്നു, അള്ളാഹിന്റെ റസൂലിനും അറിയില്ലായിരുന്നു. അതെന്തേ? അതിനെപ്പറ്റി വിവരം കൊടുത്തിട്ടില്ല. പിന്നെ വിവരം കിട്ടി, അപ്പൊ അതറിഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടാണ്, അതുകൊണ്ട് അതറിയുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവൻ അല്ലാഹുവാണ്, അദൃശ്യം അറിയുന്നവനാണവൻ. ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ,
അവന്റെ അദൃശ്യത്തിന്റെ മേൽ അവൻ ഒരാൾക്കും വെളിവാക്കി കൊടുക്കുന്നതല്ല. ഇല്ലാ മനിർത്തദാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന അവന്റെ റസൂലിൽ നിന്നുള്ളവർക്കല്ലാതെ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ റസൂലിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കും. അപ്പൊ അവരതറിയും. അതാണ് ഗൈബിന്റെ വിഷയം. ഇവിടെ ഒരു അത്ഭുതകരമായ കാര്യമാണ് സംഭവിച്ചത്. അത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കാൻ. ശരി, അതൊക്കെ നടന്നപ്പോ അവസാനം അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ പ്രവാചകനോട് അടുത്ത ചോദ്യം എന്താ? എന്നാ നബിയെ, നിങ്ങൾ എന്റെ അടുത്തുനിന്ന് ഒരു 20 സ്വർണം പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൽക്ക് വകവെക്കണം എന്ന് പറഞ്ഞു. ഒരു 20 സ്വർണം യുദ്ധത്തിൽ നിന്ന് ഗനീമത്തായിട്ട് വേറെ പിടിച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് വകവെക്കണം, വരവ് വെക്കണം, ബാക്കി ഞാൻ തന്നാ മതിയല്ലോ എന്ന് പറഞ്ഞു നോക്കി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദാക ശൈഉൻ അതാനല്ലാഹു തആല മിൻക, അത് അവിടെ നിൽക്കട്ടെ, അത് നിന്നിൽ നിന്ന് അല്ലാഹു ഞങ്ങൾക്ക് തന്ന മുതലാണ്. അത് വേറെ, അത് ഗനീമത്ത് വേറെ കിട്ടിയതാ, ഇത് വിടൂല. നോക്കണം, സ്വന്തം കുടുംബത്തോടായി കാണിക്കുന്നത്, സ്വന്തം കുടുംബത്തിന്റെ മെമ്പറോടാണ് കർശനമായിട്ട് ഇത് പാലിക്കുന്നത്. അതാ നേതാവ്, അതാണ് നീതി, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അവനാന്റെ കുടുംബക്കാരാണെങ്കിൽ കണ്ണുമ്പും. ഇന്നത്തെ അതാണ്, അവനാന്റെ കുടുംബക്കാരാണെങ്കിൽ എത്ര കോടികളാണെങ്കിലും മാറ്റിവെക്കും, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങിയിട്ട് അതാ ഇതുവരെ കിട്ടാനുള്ള മുഴുവൻ പലിശയും എന്റെ കാൽ കീഴിൽ ഞാനിതാ കുഴിച്ചു മൂടുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി തന്റെ കുടുംബത്തിലെ എന്റെ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഞാൻ ആദ്യം കുഴിച്ചു മൂടുന്നു എന്നാ പറഞ്ഞത്. എന്നിട്ടാ ബാക്കിയൊക്കെ പറഞ്ഞത്. അതാണ് ഇസ്ലാം, അതാണ് നീതിയുടെ മതം. ലോകത്തെവിടെ കാണാൻ സാധിക്കും ഇത്? ലോകത്തെവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ദർശനം? ഇത്ര നീതി പാലിക്കുന്ന, ഇത്ര അളന്ന് മുറിച്ച് കൃത്യമായി നീതി പാലിക്കുന്ന ഒരു നീതിയുടെ ശബ്ദം, ഒരു നീതിയുടെ ദർശനം ലോകത്ത് വേറെ എവിടെ കാണാൻ സാധിക്കും? അതാണ് ഇസ്ലാമിന്റെ പവർ, അതാണ് ഇസ്ലാമിന്റെ മഹത്വം, അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം. അതേ, ഇത്തരത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അങ്ങനെ കുറെ ആളുകൾ ഇഷ്ടപ്രകാരമല്ലാതെ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് ഇങ്ങനെ മോചനമൂല്യം വാങ്ങുന്നതില്ലെന്ന്, ഞങ്ങൾക്കത് തിരികെ തരണം നബിയെ എന്ന് പറഞ്ഞ അവസരത്തിൽ അതാ അതിനെക്കുറിച്ചും ആയത്ത് തുടർന്നു കൊണ്ടല്ല ഇറക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇതുവരെ കേൾപ്പിച്ച ആയത്തിന്റെ തുടർച്ചയായി കൊണ്ടല്ല പറയുന്നു, യാ അയ്യുഹൻ നബിയു ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റാ ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅതികും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. യാ അയ്യുഹൻ നബിയു, ഇതൊക്കെ നിങ്ങൾ ഖുർആൻ പരിഭാഷയിൽ വ്യാഖ്യാനത്തിനൊക്കെ പഠിച്ചു വെക്കണം സഹോദരങ്ങളെ. ഇങ്ങനെ കേട്ടുപോയാൽ പോരാ, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം. യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഖുൽ ലിമൻ ഫീ ഐദീകും മിനൽ അസ്റാ, അങ്ങയുടെ പിടുത്തത്തിലുള്ള, അങ്ങയുടെ കരങ്ങളിലുള്ള ബന്ധികളായ ആളുകളോട് പറഞ്ഞേക്കൂ, ഇൻ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറാ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് ഖൈറാണെന്ന് അല്ലാഹുവിന് അറിയാമെങ്കിൽ, യുഅതികും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് വാങ്ങിയത് തിരിച്ചു തരണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് അല്ലാഹുവിന് അറിയാമെങ്കിൽ, അതേ അല്ലാഹ് അറിയുന്നുവെങ്കിൽ, യുഅതികും ഖൈറൻ മിമ്മാ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് ഇവിടെ വെച്ച് വസൂലാക്കപ്പെട്ടിട്ടുള്ള അതിനേക്കാളൊക്കെ ഖൈറായത് അല്ലാഹ് നിങ്ങൾക്ക് തരും കേട്ടോ. ഇവിടെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് അത് ആ നിലക്ക് നിങ്ങൾക്ക് മോശകരമായിട്ട് തോന്നുന്നുണ്ടോ? എന്നാ നിങ്ങൾ പറയുന്ന സത്യസന്ധാണെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് കൂലി തരും. ഇവിടുന്ന് വാങ്ങിയതിനേക്കാണ് എത്ര ദിർഹമേ അല്ലെങ്കിൽ എത്ര വെള്ളിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വസൂലാക്കിയത്, അതിനേക്കാണൊക്കെ ഖൈറായത് അല്ലാഹ് നിങ്ങൾക്ക് തരൂലേ? മാത്രമല്ല വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പൊറുത്തു തരികയും ചെയ്യുമല്ലോ. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. കണ്ടോ? അങ്ങനെ ഈ ആയത്ത് ഇങ്ങനെ കേട്ടല്ലോ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് സംഭവം പറയാണ്. ഇപ്പൊ എന്താ പറയുക? നിങ്ങളുടെ അടുത്ത് വാങ്ങിയതിനേക്കാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുഭവം പറയട്ടെ. ഹാനവറുകൾ പറയാണ്, ഫഅതാനല്ലാഹു മകാനൽ 20 ഉഖിയ, എന്നിൽ നിന്ന് വസൂലാക്കിയിട്ടുള്ള സമരാർജിത സമ്പത്ത് എന്ന നിലക്ക് നേരത്തെ എന്നിൽ നിന്ന് വാങ്ങിയിട്ടുള്ള, ഞാൻ വരവ് വെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ആ 20 ഊഖിയ, ആ സ്വർണമില്ലേ, അത് എനിക്കതാ അല്ലാഹ് പകരം തരുന്നു. ഞാൻ ഇസ്ലാമിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന്റെ ശേഷം 20 അബ്ദാ, ഒരു 20 അടിമകളെ എനിക്ക് അല്ലാഹ് പകരം തന്നു. അവിടെ 20 പോയി, എനിക്ക് 20 അടിമകളെ തന്നു.
സാധാരണ അടിമകളല്ല. കുല്ലുഹും ഫീ യദിഹി മാലുൻ യദ്രിബു ബിഹി, ഓരോ അടിമയുടെയും കയ്യിൽ അതാ ഇഷ്ടം പോലെ ക്രയവിക്രയം നടത്താൻ മാത്രം, മുതൽ കൊടുക്കാൻ മാത്രം എനിക്കല്ല മുതൽ തന്നു. അതോടൊപ്പം ഇപ്പോഴും മിൻ മഗ്ഫിറത്തില്ലാ, എന്റെ അടുക്കൽ വല്ലതും സംഭവിച്ചു പോയോ, എന്റെ റബ്ബെനിക്ക് പൊറുത്തു തന്നാലും, റബ്ബേ നീ എന്നോട് പൊറുത്താലും എന്ന് ഞാൻ നിരന്തരം അവനോട് ആഗ്രഹം പ്രകടിപ്പിച്ച് യാചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് ഞാൻ ഇപ്പോഴും തുടരുന്നു. എന്നാൽ എനിക്ക് ഏറെ അല്ലാഹു തആല നൽകുകയുണ്ടായി എന്ന്. അപ്പോ ആരായിരുന്നാലും നിയമത്തിന്റെ രൂപത്തിൽ ഇസ്ലാം നടപ്പിലാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ എൻ്റെ സ്വന്തം മകളാണ് മോഷണം നടത്തിയത് തെളിഞ്ഞതെങ്കിൽ ആ കൈ ഞാൻ കൊത്തിമുറിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ നിയമം പലപ്പോഴും എട്ടുകാലി വലയ എന്നാണ് പറയുക. എട്ടുകാലി വലക്കുള്ള പ്രത്യേകത, ചെറിയ ചെറിയ പ്രാണികൾ ആ വലയിൽ കുടുങ്ങും. ഈച്ച, ചെറിയ കൊതുക്, ഉറുമ്പ്, കുഞ്ഞുറുമ്പ് പോലുള്ളതൊക്കെ അതിൽ കുടുങ്ങും. വലിയവന്മാർ വന്ന വലയുടെ അഡ്രസ്സ് കാണൂല. ഒരു എലിയോ ഒരു പെരിച്ചായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനോ എന്തെങ്കിലും അരണേ ഒക്കെ അതിൽ കഴിഞ്ഞ് ചാടിയ ഡിം ആണ് പോകും. പിന്നെ വലയും കാണൂല, ഒന്നുമില്ല. അപ്പൊ നിയമം പലപ്പോഴും വെട്ടുകാലി വല എന്നാ പറയുക. അത് പാവങ്ങൾക്ക് മാത്രമുള്ള നിയമമാണ്, വലിയവന്മാരൊന്നും അതിൽ കുടുങ്ങൂല. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചത് എന്തായിരുന്നു കാരണമെന്നോ, അവരിൽ ലഈഫായ ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ പിടിച്ചു മർദ്ദിച്ചിരുന്നു, ഖവിയായ ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുമായിരുന്നു. അത് ഇവിടെ നടക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അതെ, അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിൽ എപ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെ ഈ ബന്ധികളായ ആളുകളിൽ നിന്നിങ്ങനെ മോചനമൂല്യം വാങ്ങി എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇവരിൽ 2 ആളുകളെ മദീനയിലേക്ക് ബദറിൽ നിന്നുള്ള മടക്കവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഓർഡർ കൊടുത്തു. 2 ആളെ കൊന്നു. ഒന്ന് നളർ ഇബ്നുൽ ഹാരിസ്, മറ്റൊന്ന് ഉഖ്ബത്ത് ഇബ്നു അബീ മുഈത്ത്. ആരാ ഇവരൊക്കെ? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്ന വേളയിൽ ചവിട്ടാനോങ്ങിയവനാണ് ഉഖ്ബത്ത്, ചവിട്ടാൻ കാലോങ്ങിയവനാണ്. എന്നോ പ്രസവിച്ചിട്ടുള്ള ഒരു ഒട്ടകത്തിന്റെ ആ ഉള്ളിലുള്ള കൊടൽ, അതല്ലെങ്കിൽ ആ കുട്ടി കിടക്കുന്ന ഭാഗത്തിനാണ് സെല എന്ന് പറയാ. ഒട്ടകത്തിന്റെ കുഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ ആയിരുന്നാലും ആരായിരുന്നാലും ഗർഭസ്ഥ ശിശു ഭ്രൂണം കിടക്കുന്ന അതിന്റെ പ്ലാസന്റ എന്ന് നമ്മൾ പറയുന്ന ആ നിലക്കുള്ള മറുപിള്ള എന്നൊക്കെ പറയുന്ന ആ ഭാഗം, അത് ഭയങ്കര വെയിറ്റുള്ള ആ സാധനം കൊണ്ടുവന്നിട്ടാണ്, നാറുന്ന ആ സാധനമാണ് അള്ളാന്റെ റസൂൽ സുജൂദ് കിടക്കുമ്പോൾ കൊണ്ടുവന്നിട്ടത്. ഇവനാ ചെയ്തത്, അബൂജഹലും ഇവനുമൊക്കെയാണ് അത് ചെയ്യിപ്പിച്ചത്. ആ ആളുകളൊക്കെ അന്ന് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ടാണ് പുന്നാര ബാപ്പയുടെ നമ്മുടെ നേതാവിന്റെ തിരുകളത്തിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ വസ്തു എടുത്ത് മാറ്റിയത്. ശക്തമായി ശകാരിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ അവർക്കെതിരെ അന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ആ ആളുകളൊക്കെ, അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച ആളുകളൊക്കെ ബദറിൽ ഇങ്ങനെ പെടഞ്ഞ് അവരുടെ കൊല കൊമ്പന്മാരൊക്കെ കഴുത്തറുത്ത് വധിക്കപ്പെടുകയുണ്ടായി. കൂട്ടത്തിലെ 2 ആളാ ബാക്കിയുള്ള ബന്ധനസ്ഥന്മാർ. അവരെ മോചനമൂല്യൊന്നും വാങ്ങാൻ തയ്യാറായില്ല, വഴിക്ക് വെച്ച് കൊന്നോളാൻ പറഞ്ഞു. അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ദ്രോഹിച്ച അശദ്ദുല്ലാഹികളായ ഇസ്ലാമിന്റെ കഠിന വൈരികളായി കൊണ്ട് ജീവിച്ച ആ 2 ആളുകളെയാണ് കൊന്നത്. അതേ അവസരത്തിൽ ബാക്കിയുള്ളവരോടൊക്കെ ഹബീബിന്റെ നയം എന്തായിരുന്നു എന്നറിയോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട വല്ലാത്തൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിലുള്ള ഈ ബന്ധികളായ ആളുകളെ അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും അവരെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുമ്പോഴുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളോട് സ്വീകരിച്ചിരുന്ന സമീപനം എന്താ? ഇസ്ലാം പഠിപ്പിച്ചത് അവരോട് നല്ല നിലക്ക് വർത്തിക്കണമെന്നല്ലേ? ഖുർആനിൽ തന്നെ കാണാം, വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വസീറാ. അവരതാ മുതലിനോട് ആശയുണ്ടായിരിക്കെ തന്നെ എന്നൊരു വ്യാഖ്യാനം, അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്ന മറ്റൊരു വ്യാഖ്യാനം. എന്തായാലും അവര് ഭക്ഷണം കൊടുക്കുന്നു, മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നു, യതീമിന് ഭക്ഷണം കൊടുക്കുന്നു. 3ാമതൊരു എണ്ണത്തെ കൂടി എണ്ണിയിട്ടുണ്ട്, വഅസീറാ. ശത്രുക്കളായ ആളുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ബന്ദികൾക്കും ബന്ധനസ്ഥരായുള്ള ആളുകളോട് ഇസ്ലാം ചെയ്യുന്ന സമീപനം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ട് തങ്ങളുടെ കാര്യത്തേക്കാൾ അവരുടെ കാര്യം നോക്കുക. കാരണം അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ബന്ധികളോട്, തടവുകാരോട് നിങ്ങൾ വളരെ നല്ല നിലക്ക് വർത്തിക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൊടുത്ത പാഠമാകുന്നു.
നമ്മൾ മനസ്സിലാക്കണം, അതിലുള്ള പല ബന്ദികളും അത് പങ്കുവെക്കുന്നുണ്ട്. ആ ബന്ധനസ്ഥരായ ആളുകളിൽ പലരും അത് പങ്കുവെക്കുന്നുണ്ട്. എന്താ അദ്ദേഹം പറയാണ് ഒരാൾ പറയണ നോക്കൂ, അബുൽ ആസ് പറയാണ്, കുൻതു ഫീ റഹ്തിൻ മിനൽ അൻസാർ. മരുമകനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മകളായ സൈനബിന്റെ ഭർത്താവാണ്. പക്ഷെ അപ്പുറത്താണ്, ശത്രുവാണ്, ബന്ദിയായി പിടിച്ചിട്ടുണ്ട്. ആ അബുൽ ആസ് പറയാണ്, കുൻതു ഫീ റഹ്തിൻ മിനൽ അൻസാർ, അൻസാരികളുടെ ഒരു സംഘത്തിലായിരുന്നു ഞാൻ തടവുകാരനായി കഴിഞ്ഞിരുന്നത്. ജസാഹുമുല്ലാഹു ഖൈറ, അല്ലാഹു അവർക്ക് വല്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ. അബുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞതാണ്. അദ്ദേഹം പറയാണ്, കുന്നാ ഇദാ തഅശൈനാ ഔ തഗദ്ദൈനാ അസറൂനി ബിൽ ഖുബ്സി വഅകലൂ വത്തംറ. അതേ ഭക്ഷണത്തിന്റെ നേരമായാൽ ബന്ദികളായ ഞങ്ങൾക്കാണ് അവർ ഏറ്റവും മുന്തിയ ഭക്ഷണം തന്നിരുന്നത്. ആ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വളരെ നല്ല ഭക്ഷണം നോക്കിയിട്ട് അവർ ഞങ്ങൾക്ക് ഭക്ഷിപ്പിച്ചു. വഅകലൂ തംറ, അവർ വെറും കാരക്ക കുടിച്ചു കാരക്ക തിന്നു. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരും. നല്ല ഭക്ഷണം കുറവാണ്. നല്ല ഭക്ഷണം അവരുടെ കയ്യിൽ കുറവായിരുന്നു. റൊട്ടിയും അതുപോലെ തന്നെ ഗോതമ്പും കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളും ഒക്കെ കുറവാണ്. എന്നാ അതുള്ളത് ഞങ്ങൾക്കാ തരിക. എന്നിട്ട് അവർ വെറും കാരക്ക തിന്നും. ഒരാളുടെ കയ്യിൽ ഒരു ചീളുണ്ടെങ്കിൽ പോലും, അതെ, ഒരു ചീള് റൊട്ടിയാ ഉണ്ടായിരുന്നത്, അത് അദ്ദേഹം തിന്നാതെ എനിക്കാ തന്നിരുന്നത്. ഇതൊക്കെ അനുഭവിച്ച അബുൽ ആസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. അദ്ദേഹം മുസ്ലിമാവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വലീദ് ഇബ്നു മുഗീറ, ആ വലീദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ബ്രദറാണ്, സഹോദരനാണ്. അദ്ദേഹവും ബദറിലെ ബന്ദികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കണോ, ഞങ്ങൾ അതാ ബദറിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുന്ന നേരത്ത് ബന്ദികളായ ഞങ്ങളോട് കാണിച്ചിരുന്ന ഇവരുടെ സമീപനം എന്തായിരുന്നുവെന്നോ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ കാലത്ത് വകാനൂ യഹ്മിലൂനനാ വയംശൂൻ, ഞങ്ങളിൽ പലരെയും അവർ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് അവര് നടക്കും, ഞങ്ങളെ ചുമലിലേറ്റും. സുബ്ഹാനല്ലാഹ്, തടവുകാരോട് സ്വീകരിച്ച സമീപന. അതായത് അതിന് തഫ്സീർ കൊടുക്കാണ്, വ്യാഖ്യാനം കൊടുക്കാണ് പണ്ഡിതന്മാര്. ഇദാ റഅൗ മിൻഹും ജരീഹൻ ഔ മരീളൻ ഔ മുതഇബൻ ഹമലൂഹു റിഫ്ഖൻ ബിഹി. ഇങ്ങനെ തടവിലാക്കി കൊണ്ടുപോകുന്നവരിൽ മുറിവേറ്റവരുണ്ട്, രോഗികളുണ്ട്, ക്ഷീണമുള്ളവരുണ്ട്. അവരെ അതാ സ്വന്തം ചുമലിലേറ്റിയിട്ട് സഹാബിമാര് നടക്കുന്നു. തടവുകാരോട് കാണിച്ച സമീപനം നിങ്ങളെ മനസ്സിലേക്ക് മിന്നിമറയണം. ഗോണ്ടനാമോ പല തടവുകാരെയും പാർപ്പിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ മനസ്സിലാക്കണം. തടവുകാരോട് കാണിക്കുന്ന ക്രൂരതകൾ മനസ്സിലാക്കണം. ആ രൂപത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അറിയണം. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് അതേ ഇത് കണ്ട് അനുഭവിച്ച വലീദ് റളിയല്ലാഹു തആല അൻഹു പിൽക്കാലത്ത് മുസ്ലിം ആവുകയാണ് ചെയ്തത്. നോക്കൂ മറ്റൊരു സഹാബിയുടെ അനുഭവം. അബൂ അസീസ് ഇബ്നു ഉമൈർ, അദ്ദേഹവും ബദറിലെ ബന്ദികളുടെ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുമായിരുന്നു അദ്ദേഹം പറയട്ടെ, കുന്തു ഫീ നഫരിൻ മിനൽ അൻസാർ, അൻസാരികളുടെ സംഘത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഭക്ഷണത്തിന്റെ നേരമായാൽ അകലു തംറ, അവര് കാരക്ക തിന്നിട്ട് വതഅമൂനി അൽ ബുറ, ഉള്ള ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണം അവരെ എനിക്കാണ് തന്നിരുന്നത്. ലി വസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാഹും ബിനാ, കാരണം അല്ലാഹുവിന്റെ റസൂൽ അവരോട് ഞങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ, അവരോട് നല്ല നിലക്ക് വർത്തിക്കണേ എന്ന് സ്വഹാബിമാരോട് അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം വസിയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തൊരു നല്ല സമീപനായിരുന്നു ഞങ്ങളോട്. അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ മേന്മ. ഓരോ ചരിത്രവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മേന്മ അറിയണം, അതിൻ്റെ മഹത്വം അറിയണം, നമ്മൾ നിലനിൽക്കുന്ന ഇസ്ലാമിൻ്റെ പവർ അറിയണം, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളണം. എന്തിന് നമുക്ക് വെറും വീൺവാക്കുകൾ പറയാനല്ല, വീരവാദം പറയാനല്ല, അത്രയും വലിയ ഒരു നിഅമത്തിലാണ് നമ്മൾ ഉള്ളത്. ആ ഇസ്ലാമാകുന്ന നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ, അത് പകർന്നു കൊടുക്കാൻ, അതിന്റെ വക്താക്കളാവാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ നബിതങ്ങളെ സ്നേഹിക്കാൻ, അതിലൂടെ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, ആ രൂപത്തിലൊക്കെ നമുക്ക് ഈ ചരിത്രങ്ങൾ പാഠമാവണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ ശ്രദ്ധകൾ പോകുമ്പോൾ നാം ശരിക്കും ഉണരുക, മനസ്സിലാക്കുക, പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ശരിയായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിർത്തുവാനുള്ള തൗഫീഖ്
അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.